അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. ഓ ഈശോയെ, അവിടുത്തെ കരുണ ഞങ്ങളുടെ സങ്കല്പങ്ങൾക്ക് അതീതമാണെന്ന് ഞാൻ അറിയുന്നു. അതിനാൽ ഭൂമുഖത്തുള്ള എല്ലാ ആത്മാക്കളെയും ഉൾക്കൊള്ളുവാൻ തക്കവിധം എൻ്റെ ഹൃദയത്തെ അവിടുന്ന് തന്നെ വിശാലമാക്കണമേ. ഈശോയെ, എൻ്റെ സ്നേഹം ഈ ലോകത്തിൻ്റെ സീമകൾക്കപ്പുറത്ത് ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന ആത്മാക്കളിൽ ചെന്നെത്തുന്നു. ദണ്ഡവിമോചന പ്രാർത്ഥനയിലൂടെ അവിടുത്തെ അനന്ത കാരുണ്യം അവരുടെ മേൽ ചൊരിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓ അഗ്രാഹ്യനായ ദൈവമേ, അങ്ങേപ്പോലെ അവിടുത്തെ കരുണയും അളവറ്റതും ആത്മാക്കളെ ക്ഷീണിപ്പിക്കാത്തതുമാണ്. ഏറ്റവും ശക്തിമത്തായ വാക്കുകൾ ഉപയോഗിച്ച് ദൈവത്തിൻ്റെ അനന്ത കരുണയെ പ്രഘോഷിച്ചാലും യാഥാർത്ഥ്യത്തോട് തുലനം ചെയ്യുമ്പോൾ അവ ഒന്നുമല്ലെന്ന് ഞാൻ അറിയുന്നു. എൻ്റെ ഈശോയെ, എൻ്റെ സഹോദരങ്ങളുടെ ആത്മീയവും ശാരീരികവുമായ സഹനങ്ങളിൽ അവരോട് സഹാനുഭൂതി പ്രദർശിപ്പിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഓ എൻ്റെ ഈശോയെ, ഞാൻ എൻ്റെ സഹോദരങ്ങളോട് വർത്തിക്കുന്നത് പോലെയാണ് അവിടുന്ന് എന്നോടും വർത്തിക്കുന്നതെന്ന് ഞാൻ അറിയുന്നു. എൻ്റെ ഈശോയെ, എൻ്റെ ഹൃദയം അവിടുത്തെ അനുകമ്പാർദ്രമായ ഹൃദയം പോലെയാക്കണമേ. എല്ലാവർക്കും നന്മ മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. സെപ്റ്റംബർ 14, 1936 വിൽന്യൂസിലെ ആർച്ച് ബിഷപ്പ് എൽബ്രിഷിക്കോസ്കി ഞങ്ങളെ സന്ദർശിക്കാൻ വന്നപ്പോൾ വളരെ കുറച്ച് സമയം മാത്രമേ അദ്ദേഹം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും ആ വന്ധ്യപിതാവിനോട് ദൈവകരുണയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ വ്യക്തിപരമായി സംസാരിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. ദൈവകരുണയെ സംബന്ധിക്കുന്ന വിഷയങ്ങളോട് വളരെ അനുകൂല മനോഭാവമാണ് അദ്ദേഹം പ്രദർശിപ്പിച്ചത്. സഹോദരി, പൂർണ്ണമായും സമാധാനപ്പെടുക. ഇത് ദൈവിക പദ്ധതിയുടെ ഭാഗമാണെങ്കിൽ തീർച്ചയായും നിലവിൽ വരും. അതിനിടയിൽ ബാഹ്യമായ ഒരടയാളം ലഭിക്കാനായിട്ട് സഹോദരി പ്രാർത്ഥിക്കുക. ഈശോ മിശിഹാ ഇതേക്കുറിച്ച് വ്യക്തമായ ഒരറിവ് സഹോദരിക്ക് നൽകുന്നതുവരെ കാത്തിരിക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു. എല്ലാ കാര്യങ്ങളും ശരിയായ വിധം രൂപപ്പെടുന്നതായി ഈശോ മിശിഹായെ തന്നെ സാഹചര്യങ്ങളെ ക്രമപ്പെടുത്തിക്കൊള്ളും. സെപ്റ്റംബർ 19, 1936 ഡോക്ടറിൻ്റെ ഓഫീസിൽ നിന്നിറങ്ങി സാനിറ്റോറിയത്തിൻ്റെ ചാപ്പലിൽ പ്രവേശിച്ചപ്പോൾ ഈ സ്വരം എൻ്റെ ആത്മാവിൽ മന്ത്രിച്ചു. എൻ്റെ കുഞ്ഞേ, നിൻ്റെ കാസയിൽ കുറച്ച് തുള്ളികളെ ഇനി ബാക്കിയുള്ളൂ. ഇനി അധിക സമയമില്ല. സ്വർഗീയ മണവാളനായ എൻ്റെ ആത്മനാഥനിൽ നിന്നുള്ള ആദ്യത്തെ ക്ഷണം കിട്ടിയപ്പോൾ എൻ്റെ ആത്മാവ് ആനന്ദ നിമഗ്നമായി. എൻ്റെ ഹൃദയം അലിഞ്ഞുപോയി. ദൈവത്തിൻ്റെ കരകാണാക്കടലിൽ എൻ്റെ ആത്മാവ് പൂർണ്ണമായി നിമഗ്നമായി. എൻ്റെ ദൗത്യം അതിൻ്റെ പൂർണ്ണതയിൽ ആരംഭിച്ചിരിക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. മരണം നന്മയെ ഒരിക്കലും നശിപ്പിക്കുന്നില്ല. ആന്തരിക പീഡ അനുഭവിക്കുന്ന ആത്മാക്കൾക്കായി ഞാൻ മിക്കവാറും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ 2 സഹോദരിമാരെക്കുറിച്ചുള്ള അറിവ് എനിക്ക് ഉള്ളിൽ ലഭിച്ചു. ഒരു വ്യക്തിക്ക് എല്ലാവരോടും ഒരേ രീതിയിൽ വർത്തിക്കുവാൻ സാധിക്കുകയില്ലെന്ന് എനിക്കറിയാം. ചിലർ സൗഹൃദം സ്ഥാപിക്കാനായി വളഞ്ഞ വഴികൾ ഉപയോഗിക്കും. സുഹൃത്തുക്കളാണെന്ന് നടിച്ച മറ്റു വ്യക്തികളെ കൊണ്ട് അവരുടെ കാര്യങ്ങൾ പറയിപ്പിക്കും. എന്നിട്ട് അനുകൂല സാഹചര്യം വരുമ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് തന്നെ അവരെ കുത്തിമുറിവേൽപ്പിക്കും. എൻ്റെ ഈശോയെ, മനുഷ്യപ്രകൃതിയുടെ ചഞ്ചലത എത്ര ദയനീയം! എൻ്റെ ഈശോയെ, അവിടുത്തെ സ്നേഹം മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ വിവേകം പാലിക്കാൻ ആത്മാക്കൾക്ക് പ്രകാശം നൽകുന്നു. സെപ്റ്റംബർ 24, 1936 പഥ്യാഭ്യാസങ്ങൾക്കെല്ലാം പകരമായി കൊന്തയുടെ ഒരു രഹസ്യം മാത്രം ചൊല്ലിയ ശേഷം ഉടനെ തന്നെ കിടന്ന് വിശ്രമിക്കുവാൻ എന്നോട് മദർ സുപ്പീരിയർ ആവശ്യപ്പെട്ടു. ഞാൻ വളരെ ക്ഷീണിതയായിരുന്നതുകൊണ്ട് കിടന്ന ഉടനെ തന്നെ ഉറങ്ങി. എന്നാൽ അല്പസമയത്തിന് ശേഷം വേദന കാരണം ഉണർന്നു. ഉമിനീർ പോലും ഇറക്കുവാനോ അല്പം ഒന്ന് ചലിക്കുവാനോ സാധിക്കാത്ത വിധം അത്ര ഭയങ്കരമായ വേദനയായിരുന്നു. ഇത് 3 മണിക്കൂർ നീണ്ടുനിന്നു. എൻ്റെ കുടിമുറിയിലുണ്ടായിരുന്ന നോവിസ് സിസ്റ്ററിനെ വിളിച്ചുണർത്തിയാലോ എന്ന് ആദ്യം ചിന്തിച്ചു. ഇപ്പോൾ ആ സഹോദരിയെ വിളിച്ചുണർത്തിയാലും ഒരു സഹായവും എനിക്ക് ചെയ്തു തരുവാൻ സാധിക്കുകയില്ല. പാവം ഉറങ്ങിക്കൊള്ളട്ടെ. ഇപ്പോൾ അവളെ ഉണർത്തുന്നത് വലിയ കഷ്ടമായിരിക്കും എന്ന് ഞാൻ പിന്നീട് ഓർത്തു. എന്നെ തന്നെ പൂർണ്ണമായും ദൈവത്തിരുമനസ്സിന് വിട്ടുകൊടുത്തു. വളരെയധികം ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന മരണദിവസമാണ് ഇന്നെന്ന് എനിക്ക് തോന്നി. കുരിശിലെ ഈശോയുടെ സഹനത്തോട് ഐക്യപ്പെടുവാൻ എനിക്ക് കിട്ടിയ ഒരു അവസരമായിരുന്നു ഇത്. പ്രാർത്ഥിക്കുവാൻ പോലും എനിക്ക് സാധിച്ചിരുന്നില്ല. വേദന കുറഞ്ഞപ്പോൾ വിയർക്കുവാൻ തുടങ്ങി. എന്നാലും എനിക്ക് അല്പം പോലും അനങ്ങുവാൻ സാധിച്ചിരുന്നില്ല. അല്പമൊന്ന് അനങ്ങുവാൻ ശ്രമിച്ചാൽ ഉടനെ വേദന വീണ്ടും തുടങ്ങും. പ്രഭാതമായപ്പോൾ ശാരീരിക വേദന ഇല്ലായിരുന്നുവെങ്കിലും വളരെയധികം ക്ഷീണം തോന്നി. അതിനാൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തില്ല. ഇത്രയും വേദന അനുഭവിച്ചിട്ട് ഞാൻ മരിച്ചില്ലെങ്കിൽ മരണവേദന എത്ര വലുതായിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. ഈശോയെ, എൻ്റെ മനുഷ്യപ്രകൃതി ഭയാശങ്കകൾക്ക് അടിമപ്പെടുമെങ്കിലും സഹനത്തെ ഞാൻ സ്നേഹിക്കുന്നുവെന്നും സഹനത്തിൻ്റെ കാസ അവസാന തുള്ളി വരെ കുടിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും അങ്ങേക്കറിയാമല്ലോ. പെട്ടെന്ന് തന്നെ ദൈവത്തിൻ്റെ അനന്ത കരുണയിലുള്ള എൻ്റെ ശരണം ശക്തിപ്പെടുകയും സൂര്യപ്രകാശത്തിൽ നിഴലുകൾ മാഞ്ഞു പോകുന്നത് പോലെ എല്ലാ അസ്വസ്ഥതകളും എന്നെ വിട്ടുപോവുകയും ചെയ്തു. ഓ ഈശോയെ, അവിടുത്തെ കൃപ എത്ര ഉന്നതമാണ്! അങ്ങേ കൃപയാൽ അങ്ങനെ
അങ്ങനെ മനസ്സിലാക്കുകയും മരണത്തെ ധൈര്യപൂർവ്വം നേരിടുവാൻ എന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. ദൈവം അനുവദിക്കാതെ എനിക്കൊന്നും സംഭവിക്കുകയില്ലെന്ന് എനിക്ക് ഉറച്ച ബോധ്യമുണ്ട്. ജീവിതത്തിലും മരണത്തിലും ഉയർപ്പിലും നിത്യത മുഴുവനിലും അവിടുത്തെ അളവറ്റ കരുണയെ പാടിപ്പുകഴ്ത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഈശോയെ, എൻ്റെ ശക്തി ദുർഗമേ, എൻ്റെ സമാധാനമേ, എൻ്റെ അഭയകേന്ദ്രമേ, അങ്ങേ കാരുണ്യത്തിൻ്റെ രശ്മികൾ എൻ്റെ ആത്മാവിനെ സദാ തഴുകുന്നു. ദൈവമേ, അങ്ങേ കാരുണ്യം അനുഭവിക്കാത്ത ഒരു നിമിഷം പോലും എൻ്റെ ജീവിതത്തിലില്ല. എൻ്റെ ജീവിതകാലം മുഴുവനും അങ്ങയുടെ അനന്ത കരുണയിലല്ലാതെ മറ്റൊന്നിലും ഞാൻ ആശ്രയം വയ്ക്കില്ല. ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ മാർഗരേഖ. ഓ ദൈവമേ, അങ്ങേ കരുണയാൽ എൻ്റെ ആത്മാവ് നിറഞ്ഞു കവിയുന്നു. ഓ, തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൃതജ്ഞത മൂലം എത്രയധികമായി ഈശോ മുറിവേൽപ്പിക്കപ്പെടുന്നു. പറഞ്ഞറിയിക്കാൻ അസാധ്യമായ അവിടുത്തെ സ്നേഹത്തിന് ഇതൊരു രക്തസാക്ഷിത്വമാണ്. മഹോന്നതനായ ദൈവം തൻ്റെ അനന്ത മഹിമയിൽ തന്നെ നമ്മെ സ്നേഹിക്കുമ്പോൾ വെറും പൊടിയായ നാം അവിടുത്തെ നിന്ദിക്കുന്നു. ഈ നന്ദിഹീനത കാണുമ്പോൾ എൻ്റെ ഹൃദയം പൊട്ടുകയാണ്. ഒരവസരത്തിൽ ഈ വാക്കുകൾ ഞാൻ ശ്രവിച്ചു: എൻ്റെ മകളെ, എൻ്റെ അഗ്രാഹ്യമായ കരുണയെപ്പറ്റി സമസ്ത ലോകത്തോടും പറയുക. എല്ലാ ആത്മാക്കൾക്കും, പ്രത്യേകിച്ച് കഠിന പാപികൾക്ക്, കരുണയുടെ തിരുനാൾ അഭയവും സംരക്ഷണവുമായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ ദിവസം എൻ്റെ അനുകമ്പാർദ്രമായ കരുണയുടെ ആഴങ്ങൾ ഞാൻ തുറക്കും. എൻ്റെ കരുണയുടെ ഉറവിടത്തെ സമീപിക്കുന്ന ആത്മാക്കളുടെ മേൽ ഞാൻ പ്രസാദപരത്തിൻ്റെ വൻ കടൽ തന്നെ ഒഴുക്കും. അന്നേ ദിവസം കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആത്മാക്കൾക്ക് പരിപൂർണ പാപമോചനവും കടങ്ങളുടെ പൊറുതിയും ലഭിക്കും. അന്നേ ദിവസം ദൈവീക പ്രസാദപരമൊഴുകുന്ന എല്ലാ ചാലുകളും ഞാൻ തുറന്നുവിടും. ഒരാത്മാവ് പോലും തൻ്റെ പാപങ്ങൾ എത്ര കടും ചുവപ്പാണെങ്കിലും എൻ്റെ അടുക്കൽ വരുവാൻ ഭയപ്പെടരുത്. മാനുഷികമോ അമാനുഷികമോ ആയ ബുദ്ധിക്ക് ഒരിക്കലും അളക്കാനാവാത്ത വിധം എൻ്റെ കരുണ അത്ര ഉന്നതമാണ്. അത് നിത്യതയോളം അങ്ങനെ തന്നെയായിരിക്കും. എൻ്റെ അനുകമ്പാർദ്രമായ കരുണയിൽ നിന്നാണ് എല്ലാ സൃഷ്ടികളും അസ്തിത്വം സ്വീകരിച്ചിരിക്കുന്നത്. എന്നോടുള്ള സഹവാസത്തിൽ എല്ലാ ആത്മാക്കളും എൻ്റെ സ്നേഹത്തിലും കരുണയിലുമാണ് നിത്യതയിൽ എപ്പോഴും മുഴുകിയിരിക്കുന്നത്. എനിക്ക് നിങ്ങളോടുള്ള വാത്സല്യത്തിൽ നിന്നാണ് കരുണയുടെ തിരുനാൾ ഉത്ഭുതമായത്. ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ഇത് സാഘോഷം കൊണ്ടാടണമെന്നതാണ് എൻ്റെ അഭിലാഷം. എൻ്റെ കരുണയുടെ ഉറവയിൽ അണയാതെ മാനവകുലത്തിന് സമാധാനം ലഭിക്കുകയില്ല. വളരെയധികം വേദനയും ക്ഷീണവും അനുഭവപ്പെട്ട ഒരവസരത്തിൽ ഞാൻ അതിനെക്കുറിച്ച് മദർ സുപ്പീരിയറിനോട് പറഞ്ഞപ്പോൾ സഹനങ്ങളുമായി പൊരുത്തപ്പെട്ട് ജീവിക്കണമെന്ന് എനിക്ക് ഉത്തരം ലഭിച്ചു. മദർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രവിച്ചതിനു ശേഷം ഞാൻ തിരിച്ചു പോന്നു. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഞങ്ങളുടെ മദർ സുപ്പീരിയർ സഹോദരികളോട്, പ്രത്യേകിച്ച് രോഗികളോട് വളരെയധികം സ്നേഹവും വാത്സല്യവുമുള്ള വ്യക്തിയാണ്. എന്നാൽ എൻ്റെ കാര്യത്തിൽ അത്ഭുതമെന്ന് പറയട്ടെ, എന്നെ മനസ്സിലാക്കുവാൻ ഈശോനാഥൻ മദറിനെ അനുവദിച്ചില്ല. തൽഫലമായി എന്നെ ഇക്കാര്യത്തിൽ പലപ്പോഴും പരീക്ഷിക്കുകയും ചെയ്തു. ആ ദിവസം ജോലിക്കായി പോയെങ്കിലും ഇടയ്ക്കിടയ്ക്ക് രോഗത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഉഷ്ണകാലമായിരുന്നതുകൊണ്ട് വെറുതെ ഇരുന്നാൽ പോലും ബുദ്ധിമുട്ട് തോന്നുന്ന സമയത്ത് രോഗാവസ്ഥയിൽ ജോലി ചെയ്യേണ്ടി വരുന്ന അവസ്ഥയെപ്പറ്റി പറയേണ്ടതില്ലല്ലോ. അതിനാൽ ഉച്ചയ്ക്ക് മുൻപ് അല്പസമയത്തേക്ക് ജോലി നിർത്തി ആകാശത്തിലേക്ക് നോക്കി വളരെ ശരണത്തോടെ ഞാൻ കർത്താവിനോട് പറഞ്ഞു: ഈശോയെ, സൂര്യനെ ഒന്ന് മറയ്ക്കണമേ. ഈ ചൂടിൽ അധിക സമയം നിൽക്കുവാൻ എനിക്ക് സാധിക്കുകയില്ല. അപ്പോൾ അത്ഭുതകരമായ ഒരു വെളുത്ത മേഘം വന്ന് സൂര്യനെ മറയ്ക്കുകയും ചൂടിൻ്റെ കാഠിന്യം കുറയ്ക്കുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ ചൂട് സഹിക്കാതെ ആശ്വാസത്തിനായി പ്രാർത്ഥിച്ചല്ലോ എന്ന് എന്നെ തന്നെ കുറ്റപ്പെടുത്തി. അപ്പോൾ ഈശോ തന്നെ എന്നെ ആശ്വസിപ്പിച്ച് സമാധാനപ്പെടുത്തി. ആഗസ്റ്റ് 13, 1936. ഇന്ന് രാത്രി ദൈവിക സാന്നിധ്യം എന്നിൽ ആഴ്ന്നിറങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ അനന്ത പരിശുദ്ധിയുടെ മഹത്വം ഞാൻ അനുഭവിച്ചു. ഒപ്പം എൻ്റെ ഇല്ലായ്മയും നിർകഷ്ടതയും. എന്നിട്ടും അവിടുത്തെ അനന്ത മഹത്വം എന്നെ പുൽകുന്നു. സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന ഈ ആത്മാവബോധം ഒരു പീഡനമാണ്. എങ്കിലും ആത്മാവ് വളരെ തീക്ഷ്ണമായി ദൈവത്തിങ്കിലേക്ക് കുതിച്ചുയരുന്നു. അങ്ങനെ രണ്ട് സ്നേഹങ്ങൾ, സൃഷ്ടാവും സൃഷ്ടിയും മുഖാഭിമുഖം വരുന്നു. ഒരു ചെറിയ തുള്ളി ആഴക്കടലിനോട് തന്നെ തുല്യമാക്കാൻ ശ്രമിക്കുന്നത് പോലെ ആദ്യം ഈ ചെറിയ തുള്ളി അഗാധ സമുദ്രത്തെ മുഴുവൻ തന്നിൽ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കും. എന്നാൽ താനൊരു ചെറിയ തുള്ളി മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞ് പരാജയം സമ്മതിച്ച് മഹാസമുദ്രത്തിലേക്ക് ഒന്നു ചേരുന്നത് പോലെ ആത്മാവ് പൂർണ്ണമായും ദൈവത്തിൽ ലയിക്കുന്നു. ആദ്യം ഈ നിമിഷങ്ങൾ ഒരു സ്നേഹത്തിൻ്റെ പീഡനമാണ്. എന്നാൽ ഇതനുഭവിക്കുമ്പോൾ ഇതിൻ്റെ മാധുര്യം നുകർന്ന് ആത്മാവ് ആനന്ദിക്കുന്നു. ഇപ്പോൾ എൻ്റെ പ്രത്യേക ആത്മശോധനാ വിഷയം കരുണാസമ്പന്നനായ ഈശോയോടുള്ള ഐക്യം. ഈ പരിശീലനം വഴി അതിസ്വാഭാവിക ശക്തിയാൽ ഞാൻ നിറഞ്ഞു. എൻ്റെ ഹൃദയം അതിൻ്റെ സ്നേഹവിഷയവുമായി എപ്പോഴും ഐക്യപ്പെട്ടിരിക്കുന്നു. സ്നേഹത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്ന കരുണയുമായി എൻ്റെ പ്രവർത്തനങ്ങളെല്ലാം
താതാത്മ്യപ്പെട്ടു. എൻ്റെ ഒഴിവു സമയമെല്ലാം ദിവ്യകാരുണ്യത്തിൽ മറിഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ പാദാന്തികത്തിലാണ് ഞാൻ ചെലവഴിക്കുന്നത്. എൻ്റെ ഗുരുനാഥനായ അവിടുത്തോട് ഞാൻ സർവ്വകാര്യങ്ങളും ചോദിക്കുകയും പറയുകയും ചെയ്യുന്നു. അവിടെ നിന്ന് എനിക്ക് ശക്തിയും എല്ലാ കാര്യങ്ങളെയും കുറിച്ചുള്ള അറിവും എൻ്റെ സഹോദരങ്ങളോട് എങ്ങനെ വർത്തിക്കണമെന്നുള്ള പ്രകാശവും ലഭിക്കുന്നു. നോഷറ്റിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ ഗുരുനാഥനായ ഈശോയോടുകൂടെ ഞാൻ എന്നെ ദിവ്യസക്രാരിയിൽ അടച്ചു. എല്ലാറ്റിനെയും ആവരണം ചെയ്യുന്ന ജീവനുള്ള സ്നേഹാഗ്നിയിലേക്ക് അവിടുന്ന് തന്നെ എന്നെ വലിച്ചടിപ്പിച്ചു. സെപ്റ്റംബർ 25. എൻ്റെ കരങ്ങളിലും പാദങ്ങളിലും പാർശ്വങ്ങളിലും ഞാൻ രൂക്ഷമായ വേദന ഞാൻ അനുഭവിച്ചു. ഈശോയുടെ ശരീരം കുത്തിത്തുളച്ച അതേ സ്ഥാനങ്ങളിൽ തന്നെ പ്രസാദപരാവസ്ഥയിലല്ലാത്ത ആത്മാക്കളുടെ സാമീപ്യത്തിൽ പ്രത്യേകമായും ഈ വേദന എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ ദൈവകരുണ ആ ആത്മാക്കളെ പുൽകുവാനായി ഞാൻ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നു. സെപ്റ്റംബർ 29. മുഖ്യദൂതനായ വിശുദ്ധ മീഖായേലിൻ്റെ തിരുനാൾ ദിനത്തിൽ ആ പ്രധാന ദൂതൻ എൻ്റെ അരികിൽ പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം പറഞ്ഞു: നിനക്ക് പ്രത്യേക സംരക്ഷണം നൽകണമെന്ന് ദൈവം എന്നോട് അരുളി ചെയ്തിട്ടുണ്ട്. തിന്മയുടെ ശക്തി നിന്നെ വെറുക്കുന്നു എന്നറിയുക. എന്നാൽ ഭയപ്പെടേണ്ട, ദൈവത്തെപ്പോലെ മറ്റാരാണുള്ളത്? അതിനുശേഷം അവൻ അപ്രത്യക്ഷനായി. എന്നാൽ ആ മാലാഖയുടെ സാന്നിധ്യവും സഹായവും ഞാൻ അനുഭവിച്ചിരുന്നു. ഒക്ടോബർ 2, 1936. മാസാദ്യ വെള്ളിയാഴ്ച. ദിവ്യകാരുണ്യ സ്വീകരണം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈശോ എനിക്ക് കാണപ്പെട്ട് ഈ വാക്കുകൾ എന്നോട് പറഞ്ഞു: ഇപ്പോൾ നീ എന്നെ സ്നേഹിക്കുന്നത് ദാനങ്ങൾക്കും കൃപകൾക്കും വേണ്ടിയല്ല എന്നെനിക്കറിയാം. എൻ്റെ ഇഷ്ടമാണ് നിനക്കിപ്പോൾ ജീവനേക്കാൾ അഭികാമ്യം. അതുകൊണ്ടാണ് മറ്റൊരു സൃഷ്ടിയോടുമില്ലാത്ത വിധം നിന്നോട് ഗാഢമായി ഞാൻ ഐക്യപ്പെടുന്നത്. ആ നിമിഷം തന്നെ ഈശോ അപ്രത്യക്ഷനായി. എൻ്റെ ആത്മാവിൽ അവിടുത്തെ സാന്നിധ്യം നിറഞ്ഞു നിന്നിരുന്നു. അത്യുന്നതൻ്റെ ദൃഷ്ടികൾ എൻ്റെ മേൽ പതിഞ്ഞിരിക്കുന്നതായി എനിക്ക് മനസ്സിലായി. ദൈവികാനന്ദത്തിൽ ഞാൻ പൂർണ്ണമായും ആമഗ്നയായി. ആ ദിവസം മുഴുവനും ഞാൻ ഈ ദൈവാനുഭവത്തിൽ മുഴുകി മുമ്പോട്ട് പോയി. സായാഹ്നത്തിൽ അനിതര സാധാരണമായ മോഹാലാസ്യത്തിൽ ഞാൻ അമർന്നുപോയി. ഒരു പ്രത്യേക തരത്തിലുള്ള തീവ്ര വേദന എനിക്ക് അനുഭവപ്പെട്ടു. അത്യുന്നതൻ്റെ സ്നേഹത്തിലൊന്നാകുവാൻ എന്നിലെ സ്നേഹം ആഗ്രഹിക്കുന്നു. ഉത്കടമായ അഭിനിവേശത്താൽ ദൈവം തന്നിലേക്ക് അതിനെ വലിച്ചെടുക്കുന്നു. ദൈവത്തിൻ്റെ പ്രത്യേകമായ കൃപയാലല്ലാതെ ഈ ജീവിതത്തിൽ ഇത്രയധികം കൃപാസമൃദ്ധിയെ താങ്ങുവാൻ സാധിക്കുകയില്ല. ഈശോ തന്നെ എന്നെ താങ്ങുകയും ശക്തിപ്പെടുത്തുകയും അവിടുന്നുമായി ഐക്യപ്പെടാൻ പ്രാപ്തയാക്കുകയും ചെയ്തുവെന്ന് ഞാൻ വ്യക്തമായി കണ്ടു. ഈ കാര്യങ്ങളിലെല്ലാം ആത്മാവ് പ്രത്യേകമാംവിധം പ്രവർത്തനനിരതമാണ്. ഒക്ടോബർ 3, 1936. ഇന്ന് ജപമാലയുടെ സമയത്ത് ദിവ്യകാരുണ്യവുമായി ഒരു കുസ്തോതി എനിക്ക് കാണപ്പെട്ടു. കുസ്തോതി മൂടിയിട്ടില്ലായിരുന്നു. അതിൽ നിറച്ച് തിരുവോസ്തികളുണ്ടായിരുന്നു. കുസ്തോതിയിൽ നിന്ന് ഒരു സ്വരം കേട്ടു: നിന്റെ പ്രാർത്ഥനകളും സഹനങ്ങളും വഴി മാനസാന്തരപ്പെട്ട ആത്മാക്കൾ സ്വീകരിച്ച തിരുവോസ്തികളാണിവ. ആ നിമിഷത്തിൽ ഒരു കൊച്ചുകുട്ടിയുടെ മനോഭാവത്തോടെ ദൈവിക സാന്നിധ്യം അനുഭവിക്കാൻ സാധിച്ചു. ഒരിക്കൽ സുഖമില്ലാതിരുന്നത് കൊണ്ട് 9 മണി വരെ കാത്തിരിക്കാതെ നേരത്തെ കിടന്ന് വിശ്രമിക്കുവാൻ പോകുവാനായി. എന്തെങ്കിലും കഴിക്കുവാൻ തരുമോ എന്ന് കുഷ്നിയുടെ ചുമതലയുള്ള സഹോദരിയോട് ചോദിച്ചപ്പോൾ ഇങ്ങനെ മറുപടി നൽകി: സഹോദരിക്ക് രോഗമൊന്നുമില്ല. അവർ നിനക്ക് കുറച്ച് വിശ്രമം നൽകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു രോഗം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഓ എൻ്റെ ഈശോയെ, എൻ്റെ രോഗം വളരെ കൂടിപ്പോയിട്ട് മറ്റു സഹോദരികൾക്ക് പകരാതിരിക്കുവാനായി എന്നെ മാറ്റി താമസിപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ടും ഒരാൾ ഇങ്ങനെ വിധിക്കുന്നു. എന്നാൽ ഇത് നല്ല കാര്യമാണ്. എൻ്റെ ഈശോയെ, ഇതെല്ലാം നിനക്ക് വേണ്ടിയാണ്. പുറമേയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അധികം എഴുതുന്നില്ല. കാരണം ഞാൻ അതിനു വേണ്ടിയല്ല ഇത് എഴുതുന്നത്. ദൈവം എൻ്റെ മേൽ ചൊരിഞ്ഞ കൃപകളെക്കുറിച്ച് എഴുതുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ആ കൃപകൾ എനിക്ക് വേണ്ടി മാത്രമുള്ളവയല്ല, മറ്റനേകം ആത്മാക്കൾക്കും കൂടിയുള്ളവയാണ്.